RSS നടത്തിയ സർവേ പ്രകാരം 80-നും 85-നും ഇടയ്ക്കുള്ള സീറ്റിൽ LDF അധികാരത്തിൽ വരും, UDF തകരും. കുറച്ച് സീറ്റുകൾ LDFിൻ്റെ കുറച്ച് സീറ്റുകൾ UDFന് പിടിച്ചെടുക്കാൻ ആകും. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സീറ്റിലും ദയനീയമായ പ്രകടനം ആയിരിക്കും. കുറഞ്ഞത് 8 മണ്ഡലങ്ങൾ, ആ 8 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് RSS BJPയോട് പറഞ്ഞിരിക്കുന്നത്. RSSൻ്റെ ആഭ്യന്തര സർവേ BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്, UDFനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. പിണറായി വിജയന് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തന്നെയാണ് RSS സർവേയിൽ അസന്നിഗ്ധമായി പറയുന്നത്. ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടും വന്നിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇൻ്റലിജൻസ് നടത്തിയ റിപ്പോർട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ പറയുന്നു. ഇൻ്റലിജൻസ് കാലാകാലങ്ങളിൽ റിപ്പോർട്ടുകൾ ശേഖരിച്ച് അത് മുഖ്യമന്ത്രിയെ അറിയിക്കാറുണ്ട്. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും അതിനനുസരിച്ച് പ്ലാൻ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് കഴിയുകയും ചെയ്യും. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 90-നും 95-നും ഇടയ്ക്ക് സീറ്റ് LDF നേടും. വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ LDFന് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളൂ. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി LDF ആവേശത്തിലാണ്. LDFന് അമിതമായ ഒരു ആത്മവിശ്വാസം പാടില്ലെന്ന് MA ബേബി പറഞ്ഞത് ശ്രദ്ധേയം. ജനങ്ങളാണ് വിധി എഴുതുന്നത്. എന്തായാലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് സാധാരണ പാഴായി പോകാറില്ല. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം നേടുമെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിരുന്നു. അത് അതേപടി തന്നെ സംഭവിച്ചു. ഇത്തവണ 2 ഘട്ടങ്ങളായി ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു. ആദ്യത്തെ ഘട്ടത്തിലും LDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. രണ്ടാം ഘട്ടത്തിലും ഇപ്പോൾ വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും ശ്രദ്ധേയമാണ്. LDF വീണ്ടും തുടരും. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF മുന്നേറ്റം നടത്തുമെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 60-നും 65-നും ഇടയ്ക്ക് സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വരും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. BJP 2ാം സ്ഥാനത്ത് എത്തുമെങ്കിലും അവരുടെ സീറ്റ് ഗണ്യമായി കുറയും. 10-ൽ നിന്ന് 15-ലേക്ക് വരെ UDFൻ്റെ സീറ്റ് പോകാം. ഇതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏറ്റവും പ്രധാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ബേസ് ചെയ്തുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട്. തൃശ്ശൂരും BJPക്ക് രക്ഷയില്ല. തൃശ്ശൂരും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും. അത് ടൈറ്റ് ഫൈറ്റിലൂടെ ആയിരിക്കും. 2020 മത്സരമായിരിക്കും. 2020 മത്സരത്തിൻ്റെ ആവേശമായിരിക്കും തൃശ്ശൂരിൽ UDFും LDFും തമ്മിൽ നടത്തുക. അവിടെയും BJPക്ക് കാര്യമായൊന്നും ചെയ്യാനില്ല. പാലക്കാട് നഗരസഭ BJP വീണ്ടും നിലനിർത്തുമെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പലപ്പോഴും പിഴയ്ക്കാത്തതിന് കാരണം അവർ കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നതാണ്. എല്ലാ തവണയും ഭരിക്കുന്ന പാർട്ടിക്ക് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് നൽകാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു മുന്നറിയിപ്പും നൽകേണ്ട കാര്യമില്ല. കാരണം വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭ വീണ്ടും പിണറായി വിജയൻ പിടിച്ചെടുക്കും. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യും. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വരുമോ, വേറെ ആരെങ്കിലും വരുമോ എന്നത് ഇപ്പോഴും ഉറപ്പുള്ള കാര്യമല്ല. പക്ഷേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരും. പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി ആകില്ല എന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. പകരം ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് CPM തീരുമാനിക്കും. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ നയിക്കുമെന്നും മുഖ്യമന്ത്രിയാകാനില്ലെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നതും ശ്രദ്ധേയം. എന്തായാലും RSSൻ്റെ റിപ്പോർട്ട്, സംഘടനാതല റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് കലാകൗമുദി വാരികയിലാണ്. RSSൻ്റെ റിപ്പോർട്ട് പ്രകാരം 80-നും 85-നും ഇടയ്ക്ക്
LDF സീറ്റുകൾ നേടുകയും നിയമസഭയിൽ LDF തുടർഭരണം ഉറപ്പിക്കുകയും ചെയ്യും. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും RSS പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. നിയമം അടക്കമുള്ള 8 മണ്ഡലങ്ങളിൽ നന്നായി പ്രവർത്തിക്കാനാണ് RSS പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നത് വെറും പാഴ്ശ്രമമാണെന്നും RSS പറയുന്നു. RSSൻ്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 90-ലും 95-നും ഇടയ്ക്കുള്ള സീറ്റുകൾ BJP നേടും. BJP അല്ല, LDF നേടും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും നിരാശയായിരിക്കും ഫലം. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 2 സീറ്റുകൾ BJP നേടാനുള്ള സാധ്യതയുണ്ട്. ആ 2 സീറ്റുകളിൽ ഒന്ന് നേമവും 2 കഴക്കൂട്ടവുമാണ്. രണ്ടും തിരുവനന്തപുരത്തുള്ള സീറ്റുകളാണ് എന്നുള്ളതും ശ്രദ്ധേയം. തിരുവനന്തപുരത്ത് BJP വലിയ വളർച്ചയുടെ പാതയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇലക്ഷൻ സമയമാകുമ്പോൾ BJPക്ക് ആ ഹാങ് ഓവർ, ആ സ്പിരിറ്റ് നിലനിർത്താൻ പറ്റുന്നില്ല. അതാണ് BJPയുടെ പരാജയം. അതാണ് BJPക്ക് മുന്നേറാൻ കഴിയാത്തതിനുള്ള കാരണം. ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നതോടുകൂടി LDF ക്യാമ്പുകൾ ആവേശത്തിലാണ്. പിണറായി വിജയൻ്റെ പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയത് പിണറായി വിജയൻ്റെ നല്ല തന്ത്രമായിരുന്നു. ആശാ വർക്കേഴ്സിൻ്റെ സമരം അവസാനിപ്പിച്ചത് പിണറായി വിജയൻ്റെ തന്ത്രമായിരുന്നു. അങ്ങനെ കൃത്യമായി പിണറായി വിജയൻ കേരളത്തിൻ്റെ മനസ്സറിഞ്ഞ് പന്ത് തട്ടുകയാണ്. ആ പന്ത് അദ്ദേഹം UDFനോ BJPക്കോ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. നല്ലൊരു ഗെയിം കളിക്കുകയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ മുഖ്യമന്ത്രിയായി മാറുന്നു. കരുണാകരനായിരുന്നു മുമ്പ് കേരളം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ മുഖ്യമന്ത്രി. ശൂന്യതയിൽ നിന്ന് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുപോകാൻ കരുണാകരന് കഴിയുമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ആ ലെവലിൽ എത്തിയിരിക്കുന്നു. പിണറായി വിജയൻ വളരെ തന്ത്രപൂർവമാണ് ഓരോ നീക്കവും നടത്തുന്നത്. ഘടകകക്ഷികളെ പിണക്കാതെ, ഘടകകക്ഷികളെ ഒപ്പം കൂട്ടി വളരെ ഒത്തൊരുമയോടുകൂടി പിണറായി മുന്നോട്ട് നീങ്ങുന്നു. PM ശ്രീ ഫണ്ടിൽ ഒപ്പിടണ്ട എന്ന്, ആ PM ശ്രീ ഫണ്ട് വേണ്ട എന്ന് CPI പറഞ്ഞപ്പോൾ CPIക്ക് വഴങ്ങിക്കൊടുത്തു പിണറായി വിജയൻ. സാധാരണ അദ്ദേഹം വഴങ്ങിക്കൊടുക്കുന്ന ശീലമില്ലാത്ത നേതാവാണ്. പക്ഷേ CPIക്ക് വഴങ്ങിക്കൊടുത്തു. അതോടുകൂടി CPIയുടെ പിണക്കവും തീർന്നു. എന്തായാലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 90-നും 95-നും ഇടയ്ക്കുള്ള സീറ്റ് LDF നേടും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല, LDFൻ്റെ മന്ത്രിമാരുടെ പ്രവർത്തനം, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ പ്രവർത്തനം ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രിമാരാരും മോശക്കാരല്ല എന്നുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഇൻ്റലിജൻസ് റിപ്പോർട്ടും കൂടി വന്നതോടുകൂടി LDF ക്യാമ്പ് അമിതമായ ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും വീണ്ടും തുടർഭരണം, വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടും കൂടി വന്നതോടുകൂടി UDF ക്യാമ്പ് മ്ലാനമാണ്. UDF ക്യാമ്പ് ചരമ വീട് പോലെ നിശബ്ദമാണ്.